സുന്ദർബാനിൽ സ്ഥിതി ചെയ്യുന്ന തുബ്ല എന്ന ദ്വീപിലേക്ക് വർഷത്തിൽ 4 മാസം മത്സ്യബന്ധനത്തിന് വേണ്ടി ദൂരെ നിന്നുമുള്ള സ്ഥലങ്ങളിൽ നിന്ന് പോലും മത്സ്യത്തൊഴിലാളികൾ അവിടേക്കെത്തും. അവരുടെ ടെൻറ്റുകളും മറ്റും അടിച്ച് അവിടെ 4 മാസക്കാലം ചെലവഴിച്ച് അവിടുന്ന് മീനുകളെയെല്ലാം പിടിച്ച് ഉണക്കിയാണ് അവർ കൊണ്ടുപോകുന്നത്. അവരുടെ ഏറ്റവും വലിയ വരുമാന മാർഗവും ഇത് തന്നെയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയമാണ് അവിടേക്ക് ഒരു കടുവ എത്തുന്നത്. നിരവധി ആളുകളെയാണ് ആ കടുവ കൊന്നത്. ഇതിനു മുന്നേ നമ്മൾ സുന്ദർബാനിലെ 2-3 കഥകൾ ചെയ്തിട്ടുണ്ട്. അതിലെല്ലാം ഇവിടുത്തെ കടുവയെപ്പറ്റിയും ഇവിടുത്തെ പ്രദേശത്തെപ്പറ്റിയും എല്ലാം ഡീറ്റെയിൽഡായി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇതുവരെ അത് കണ്ടിട്ടില്ല എങ്കിൽ പോയെന്ന് കാണുക. താഴെ ഡിസ്ക്രിപ്ഷനിലും മുകളിൽ ഐക്കണിലും കൊടുത്തേക്കാം. നമ്മുടെ കഥയിലെ കഥാനായകനായ പശാബ്ദി ഗാസി ഈ കടുവ നരഭോജിയായി തീർന്നതോടെ അതിനെ പിടിക്കുവാൻ വേണ്ടി പോയിരുന്നു. എന്നാൽ ആ കടുവയെ പിടികൂടുവാനോ കൊല്ലുവാനോ അദ്ദേഹത്തിന് സാധിച്ചില്ല. പിന്നീട് 2ാം തവണയാണ് അദ്ദേഹം ആ കടുവയെ കൊല്ലുന്നത്. പശാബ്ദി ഗാസി ആരാണെന്നറിയാമോ? പ്രശസ്തനായ വേട്ടക്കാരനായ മേഹർ ഗാസിയുടെ മകനാണ്. ഇനിയും നമുക്ക് നേരെ കഥയിലേക്ക് പോകാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള കഥകളാണ് നമ്മുടെ ചാനലിൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ കഥകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ടേ. വെൽക്കം ബാക്ക് ടു സ്നൈപ്പർ സ്കൂൾ കഥകളിലൂടെ. ഈ കഥ ഞാൻ നിങ്ങളോട് പറയുന്നത് ബാഗർഹോട്ട് ജില്ലയിലെ സ്മരൺഖാല റേഞ്ചിന് കീഴിലുള്ള തുബ്ല എന്ന വിശാലമായ ദ്വീപിൽ വെച്ചാണ്. ഇവിടെ നടന്ന സംഭവത്തെ പറ്റിയാണ് ഞാൻ നിങ്ങളുമായി പറയുവാൻ പോകുന്നതും. സുന്ദർബാൻ്റെ ഹൃദയഭാഗത്ത് കടലിനോട് ചേർന്നാണ് ഈ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. ഇതിലൂടെയാണ് പശൂർ മോർച്ച നദികൾ ഒഴുകി ബംഗാൾ ഉൾക്കടലിൽ വന്നു ചേരുന്നത്. ഓരോ വർഷവും കാർത്തിക മാസം മുതൽ മാഘം മാസം വരെ ഏകദേശം 4 മാസ കാലയളവിൽ ചിറ്റഗോങ്ങിൽ നിന്നും മറ്റ് പ്രദേശങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് ഹിന്ദു മുസ്ലിം മത്സ്യത്തൊഴിലാളികൾ ഇവിടേക്ക് താൽക്കാലികമായി താമസിക്കുവാൻ വരും. ഇവിടെ താമസിച്ചുകൊണ്ട് അവർക്ക് മീൻ പിടിക്കുവാൻ വേണ്ടിയാണ്. അവർ പ്രധാനമായും മീൻ പിടിക്കുവാൻ വേണ്ടി പോകുന്നത് നദീമുഖങ്ങളിലും കടലിലുമാണ്. അവിടെ നിന്നുമെല്ലാം പിടിച്ചുകൊണ്ടുവരുന്ന മീനുകളെ ആ ദ്വീപിൽ വെച്ച് തന്നെ ഉണക്കി സൂക്ഷിക്കുന്നു. ഫൽഗുണ മാസമാകുമ്പോഴേക്കും കാറ്റിൻ്റെ ദിശ മാറും. കടൽ പ്രക്ഷുബ്ധമാകുവാൻ തുടങ്ങും. അങ്ങനെ കടൽക്ഷോഭം തുടങ്ങുമ്പോഴേക്കും ആ ദ്വീപിൽ നിന്നും അവിടേക്കെത്തിയ മത്സ്യത്തൊഴിലാളികൾ അവർ ഇതുവരെയും പിടിച്ച് ഉണക്കി ശേഖരിച്ചു വെച്ചിരിക്കുന്ന മത്സ്യങ്ങളെയെല്ലാം അവിടെ നിന്നും ശേഖരിച്ചുകൊണ്ട് അവരുടെ വലയുമെല്ലാം എടുത്തുകൊണ്ട് വലിയ യാനങ്ങളിൽ കയറി അവിടെ നിന്നും അവർ പുറപ്പെടും. പിന്നീട് ആ ദ്വീപിലേക്കുള്ള കടൽ പ്രക്ഷോഭം അവസാനിക്കുന്നതുവരേക്കും ആ ദ്വീപ് വിജനമായിരിക്കും. സുന്ദർബാനിലെ ഈ തെക്കൻ ദ്വീപ് മേഖല അവിടുത്തെ വലിയ സാമ്പത്തിക പ്രവർത്തനത്തിൻ്റെ കേന്ദ്രമാണ്. അവിടുത്തെ ജോലി നിരീക്ഷിക്കുവാനും നികുതി പിരിക്കുവാനും വനംവകുപ്പ് 4 മാസത്തേക്ക് ഒരു താൽക്കാലിക ഓഫീസ് അവിടെ സ്ഥാപിക്കും. അതും പൊങ്ങിക്കിടക്കുന്ന ഒരു ബോട്ടിലാണ് അവർ സ്ഥാപിക്കുന്നത്. ഇങ്ങനെയുള്ള ഈ ദ്വീപിൽ ധാരാളം പുള്ളിമാനുകളെ കാണുവാൻ സാധിക്കും. പുള്ളിമാനുകൾ മാത്രമല്ല അവിടുത്തെ ആ കണ്ടൽ വനത്തിൽ ഒളിഞ്ഞിരിക്കുന്നത്, കടുവകളുമുണ്ട്. അതുപോലെ തന്നെ ഇവിടേക്കെത്തുന്നവർ ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേരിടുന്നത് കുടിവെള്ളത്തിനും മറ്റാവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്ന വെള്ളത്തിനാണ്. കാരണം ഉപ്പുവെള്ളമാണ് ആ ദ്വീപിൽ കിട്ടുന്നത് മുഴുവൻ. അതുകൊണ്ട് തന്നെ അവർക്ക് കുടിവെള്ളത്തിന് വേണ്ടിയുള്ള വെള്ളം അവർ വലിയ ഭരണികളിൽ അവിടേക്ക് ശേഖരിച്ചു കൊണ്ടുവരും. ഈ ദ്വീപിൽ ധാരാളം മലമ്പാമ്പുകളുണ്ട്. അതുപോലെ തന്നെ വെള്ളത്തിൽ സ്രാവും മുതലയുമുണ്ട്. അവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് പ്രകാരം വെള്ളത്തിൽ ജീവിക്കുന്ന മുതലയുടെയും സ്രാവിൻ്റെയും കയ്യിൽ നിന്നുമെല്ലാം എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെട്ട് ഊരി ഈ ദ്വീപിലേക്ക് എത്താൻ സാധിക്കും. എന്നാൽ ഈ ദ്വീപിൽ അലഞ്ഞു നടക്കുന്ന നരഭോജിയായ കടുവകളുടെ കയ്യിൽ പെട്ടുകഴിഞ്ഞാൽ ഒരു തിരിച്ചുപോക്ക് ഉണ്ടാവില്ല. അവയുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടു വരുവാൻ വലിയ പ്രയാസമാണ്. അകപ്പെട്ടാൽ ജീവൻ പോകുമെന്ന് ഉറപ്പാണ്. ബംഗാളി വർഷം 1358 അഗ്രഹാൻ മാസത്തിൻ്റെ അവസാനത്തിലാണ് ഈ മേഖലയിൽ ഒരു നരഭോജി പുലിയുടെ ഉപദ്രവം ആരംഭിച്ചത്. അന്ന് ഏകദേശം 2000 ഹിന്ദു മുസ്ലിം മഗ് മത്സ്യത്തൊഴിലാളികൾ അവിടെ ഉണ്ടായിരുന്നു. നിർഭാഗ്യവശാൽ ആ പാവങ്ങൾക്ക് സ്വയം രക്ഷിക്കുവാൻ യാതൊരു സംവിധാനവും ഉണ്ടായിരുന്നില്ല. നരഭോജി കടുവയായതോടെ അതിൻ്റെ ധാർഷ്ട്യവും വർദ്ധിച്ചു. വനപാലകരും വേട്ടക്കാരും ബോട്ടുകളുമായി വന്ന് കടുവയെ കൊല്ലുവാൻ ശ്രമിച്ചെങ്കിലും അതവിടെ സൃഷ്ടിച്ച ഭീകരത കാരണം അവർക്കതിന് സാധിച്ചില്ല. അങ്ങനെ ആ മാസാവസാനമായപ്പോഴേക്കും ആ കടുവ ഭക്ഷിച്ചത് 13 മത്സ്യത്തൊഴിലാളികളെയാണ്.
ചില സംഭവങ്ങൾ ആരെയും ഭയപ്പെടുത്തുവാൻ പോകുന്നതായിരുന്നു. ഒരു ദിവസം രാവിലെ ഏകദേശം 8 മണിയായി കാണും. മത്സ്യത്തൊഴിലാളികൾ താമസിക്കുന്ന ഭാഗത്തു നിന്നും കുറച്ചു മാറി ഗോരാ മരത്തിൻ്റെ കുറച്ച് തൈകൾ അവിടെ ഉണ്ടായിരുന്നു. അത് വെട്ടിമാറ്റുന്ന തിരക്കിലായിരുന്നു അവർ. പെട്ടെന്ന് അടുത്തുള്ള ഒരു കുറ്റിക്കാടിൻ്റെ മറുവശത്ത് നിന്നും ഒരു കടുവ പുറത്തേക്ക് ചാടി വരികയും അവിടെ ഉണ്ടായിരുന്ന ഒരു മത്സ്യത്തൊഴിലാളിയുടെ കഴുത്തിലേക്ക് ചാടി പിടിക്കുകയും ചെയ്തു. ചാടിപ്പിടിച്ച് നിലത്തിട്ട് അയാളുടെ കഴുത്ത് കടിച്ചൊടിച്ചു. അതോടെ അയാളുടെ ജീവൻ പോയി. ഒപ്പം ഉണ്ടായിരുന്നവർ ഭയന്ന് നിലത്തേക്ക് കിടന്നു. കടുവ കടിച്ചു കൊന്ന ആ മത്സ്യത്തൊഴിലാളിയെയും വലിച്ചുകൊണ്ട് അടുത്തുണ്ടായിരുന്ന വനത്തിനുള്ളിലേക്ക് പോയി, അതായത് കണ്ടൽക്കാടിൻ്റെ ഉള്ളിലേക്ക്. തങ്ങളുടെ സുഹൃത്തിനെ ഒരു കടുവ കൊന്നു വലിച്ചിഴച്ചു കൊണ്ടുപോകുന്ന കാഴ്ച കണ്ടതും അവർക്ക് ഭയം മാറി ധൈര്യം സംഭരിച്ചുകൊണ്ട് അവർ ഉച്ചത്തിൽ നിലവിളിച്ചു. ആ മത്സ്യത്തൊഴിലാളികളെ നിലവിളി കേട്ടാണ് ബാക്കിയുള്ളവർ അവിടേക്ക് ഓടിയെത്തിയത്, കാര്യം തിരക്കിയത്. സംഭവം നടന്ന സ്ഥലത്തേക്ക് അവർ ചെന്നു നോക്കുകയും ചെയ്തു. സംഭവം സത്യമാണ്. ചോരപ്പാടും വലിച്ചിഴച്ച പാടും വ്യക്തമായി തന്നെ അവിടെ കാണാൻ കഴിഞ്ഞു. അവരെയും കൊണ്ടെല്ലാം ആവുന്ന വിധത്തിൽ പങ്കായവും കമ്പും കല്ലുമെല്ലാം എടുത്തുകൊണ്ട് മത്സ്യത്തൊഴിലാളിയെ വലിച്ചിഴച്ചു കൊണ്ടുപോയ ഭാഗം ലക്ഷ്യമാക്കി അവർ നടന്നു. ഇപ്പോൾ ആ കടുവ ഇരയെ വലിച്ചിഴച്ചു കൊണ്ടുപോയിരിക്കുന്നത് ആ കണ്ടൽക്കാടിൻ്റെ ഉള്ളിലേക്കാണ്. അങ്ങനെ അവർ ആ കണ്ടൽക്കാടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. അവിടെ നിന്നും കൃത്യമായി 200 അടി നടന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഒരു കുറ്റിക്കാടിൻ്റെ അരികിൽ തന്നെ നിർഭാഗ്യവാനായ ആ മത്സ്യത്തൊഴിലാളിയുടെ ജഡം കിടക്കുന്നുണ്ടായിരുന്നു. ജീവൻ്റെ ഒരു തുടിപ്പ് പോലും ആ ശരീരത്തിൽ ഉണ്ടായിരുന്നില്ല. രക്തം വാർന്ന് അവിടെ ആകെ തളം കെട്ടിയ അവസ്ഥയിലായിരുന്നു. മത്സ്യത്തൊഴിലാളികൾ അയാളുടെ ശരീരം അവിടെ നിന്നും എടുത്തുകൊണ്ട് അവരുടെ സെറ്റിൽമെൻറ്റ് ലക്ഷ്യമാക്കി നടന്നു. ഇതിനുശേഷമുണ്ടായ മറ്റൊരു സംഭവം ഇങ്ങനെയാണ്. സെറ്റിൽമെൻറ്റിൽ നിന്നും വളരെ ദൂരെയല്ലാതെ ഒരു ചാലിൻ്റെ തീരത്ത് 2 പേരിരുന്ന് ഗോരൽ മരത്തിൻ്റെ ചില്ലകൾ ഇരിഞ്ഞ് അതിൻ്റെ നാരുകൾ എടുക്കുന്ന സമയത്ത് കടുവ പിന്നിൽ നിന്ന് വന്ന് അതിലൊരാളെ ആക്രമിച്ചു. കഴുത്തിലും തലയിലുമായിട്ടായിരുന്നു കടിച്ചത്. അതിനുശേഷം നിലത്തിട്ട് മാന്തി പൊളിച്ചു. ഈ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് രണ്ടാമൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അയാൾക്കൊന്ന് അനങ്ങുവാൻ പോലും കഴിയുന്നില്ല. കാരണം അയാളുടെ മുന്നിൽ അപ്പോൾ അരങ്ങേറിയത് രക്തം മരവിക്കുന്ന കാഴ്ചകളായിരുന്നു. അയാൾ പതറി, ഭയപ്പെട്ടു. നിലവിളിക്കുവാൻ പോലും കഴിയാതെ അയാൾ അവിടെ ബോധം കെട്ടു വീണു. അങ്ങനെ ബോധം കെട്ട് കിടന്ന ആളിൻ്റെ മുന്നിലൂടെ തന്നെ ആയിരിക്കണം അയാളുടെ കൂട്ടുകാരനെ വലിച്ചിഴച്ചുകൊണ്ട് ആ കടുവ കണ്ടൽ മരങ്ങൾക്ക് ഇടയിലേക്ക് പോയി മറഞ്ഞത്. അയാൾക്ക് ബോധം തിരിച്ചു കിട്ടിയപ്പോൾ ഉച്ചത്തിൽ അലറിക്കൊണ്ട് സെറ്റിൽമെൻറ്റ് ലക്ഷ്യമാക്കി അയാൾ ഓടി. നടന്ന സംഭവങ്ങൾ എന്താണെന്ന് അവിടുത്തെ ആളുകളോട് പങ്കുവച്ചു. അവിടെ നിന്നും മത്സ്യത്തൊഴിലാളികളെയും കൂട്ടി സംഭവം നടന്ന സ്ഥലത്തേക്ക് അവൻ പാഞ്ഞു. അവിടെ എത്തിയെങ്കിലും അവിടെ അവശേഷിച്ച തെളിവുകളെ പിൻപറ്റി പോയെങ്കിലും അവൻ്റെ സുഹൃത്തിൻ്റെ മൃതദേഹം പോലും കണ്ടെത്തുവാൻ അവർക്കാർക്കും സാധിച്ചില്ല. പിന്നെ അവിടെ ഉണ്ടായ മറ്റൊരു സംഭവം രാത്രിയിലാണ്. ഭക്ഷണം കഴിച്ച ശേഷം തൻ്റെ ഒരു ബന്ധുവിൻ്റെ വീട്ടിലേക്ക് പോയിരുന്നതായിരുന്നു. നേരം കുറേ വൈകിയിട്ടും തൻ്റെ സെറ്റിൽമെൻറ്റിലെ തൻ്റെ കുടിലേക്ക് തിരിച്ചെത്താത്തതിനെ തുടർന്ന് അയാളുടെ ബന്ധുക്കൾ അന്വേഷിച്ചിറങ്ങി. അങ്ങനെ അന്വേഷിച്ച് അയാൾ പോകാനിടയുള്ള സ്ഥലങ്ങളിലെല്ലാം അന്വേഷിച്ചു. എന്നിട്ടും അയാളെ കാണാൻ കഴിഞ്ഞില്ല. അങ്ങനെ രാത്രിയിൽ കുറച്ചു ദൂരം കൂടി നടന്നു ചെന്നപ്പോൾ ഒരു കടുവയുടെ കാൽപ്പാടുകൾ അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ തന്നെ ആ വിവരം ഫോറസ്റ്റ് ഓഫീസറെയും മറ്റൊരു വേട്ടക്കാരനെയും അറിയിച്ചു. കടുവയുടെ കാലടയാളം കണ്ട ഭാഗത്തേക്ക് എത്തുകയും അതിനെ പിന്തുടർന്ന് മുന്നിലേക്ക് പോയപ്പോൾ രക്തത്തുള്ളികൾ കാണാൻ സാധിക്കുകയും ചെയ്തു. അങ്ങനെ അവർക്കൊരു കാര്യം മനസ്സിലായി, ഈ കടുവ ഒരാളെ പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ടെന്ന്. അങ്ങനെ കുറേ ദൂരം അവർ ആ ട്രാക്ക് പിന്തുടർന്ന് അങ്ങനെ പോയി. അങ്ങനെ കുറച്ചു ദൂരം കൂടി കടന്നു ചെന്നപ്പോൾ അവർക്ക് ആ മൃതദേഹം കാണുവാൻ സാധിച്ചു. പാതി ആയരിച്ച നിലയിലായിരുന്നു ആ ശരീരം അവിടെ കിടന്നിരുന്നത്. അതെടുത്തുകൊണ്ട് അവർ ക്യാമ്പിലേക്ക് പോകുകയും ചെയ്തു. അങ്ങനെ ദുബ്ലയിലെ സ്ഥിതി ഓരോ ദിവസം കഴിയും തോറും മോശമായി വന്നു. അപ്പോഴാണ് താൽക്കാലിക ബോട്ട് ഓഫീസ് അവിടെ ഉണ്ടായിരുന്നെന്ന് നമ്മൾ പറഞ്ഞില്ലേ. അതായത് ഫോറസ്റ്റ് ഓഫീസിൻ്റെ താൽക്കാലികമായ ഒരു ബോട്ട് ഓഫീസ്. അതിന് ചുമതല ഉണ്ടായിരുന്ന റേഞ്ച് കാസിം കരീം സാഹിബ് കാര്യങ്ങൾ കൈവിട്ടു പോയെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. പ്രാദേശിക വേട്ടക്കാരെ ആശ്രയിക്കുന്നത് അയാൾ നിർത്തി. അയാളുടെ സ്വന്തം ലോഞ്ച് എടുത്തുകൊണ്ട് എൻ്റെ ഗ്രാമമായ സോരയിലേക്ക് വന്നു. എന്തിനാണെന്ന് മനസ്സിലായി കാണുമല്ലോ. ആ കടുവയെ കൊല്ലുന്ന കാര്യം എന്നെ ഏൽപ്പിക്കുവാൻ വേണ്ടിയാണ് അദ്ദേഹം വന്നത്. ദുബ്ല സുന്ദർബാദിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്താണ് സ്ഥിതി ചെയ്യുന്നത്. എൻ്റെ വീട് വടക്കു പടിഞ്ഞാറേ അറ്റത്തും. അത്രയും ദൂരം സഞ്ചരിച്ചുകൊണ്ടാണ് ലോഞ്ചിൽ റേഞ്ചർ എന്നെ കാണുവാൻ വേണ്ടി എൻ്റെ ഗ്രാമത്തിലേക്ക് എത്തിയത്. ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികളുടെ നിസ്സഹായതയും ക്രുദ്ധനായ നരഭോജിയുടെ ഭീകരതയും കാസി സാഹിബിൽ നിന്നും കേട്ടപ്പോൾ എനിക്ക് അടങ്ങിയിരിക്കുവാൻ കഴിഞ്ഞില്ല. അന്ന് ഞാൻ വനംവകുപ്പിൻ്റെ ജോലിയിൽ പ്രവേശിച്ചിട്ടില്ല. പ്രൊഫഷണൽ വേട്ടക്കാരൻ എന്ന നിലയിൽ എനിക്ക് വനംവകുപ്പിൻ്റെ അംഗീകാരം കിട്ടിയിട്ടുണ്ട്. വിവരം കേട്ടയുടനെ എന്നുവെച്ചാൽ ലോഞ്ചിൻ്റെ എൻജിൻ തണുക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ അവിടേക്ക് യാത്ര തിരിക്കുവാൻ തീരുമാനിച്ചു. എൻ്റെ ഭാര്യയെ എതിർത്തു.
സുന്ദർബാണിലെ വീരനായ വേട്ടക്കാരനായ വീരൻഗാസിയുടെ ഭാര്യയായ, അതായത് എൻ്റെ അമ്മയായ ഖ്യാദ ബീബി പോലും എന്നെ എതിർത്തു. ഇപ്പോൾ പോകരുത് എന്നതായിരുന്നു അമ്മയും പറഞ്ഞത്. എന്നാൽ എല്ലാവരുടെയും എതിർപ്പുകളെ തല്ലി ഞാൻ ദുബ്ലാബാദിലേക്ക് പോകുവാൻ തീരുമാനിച്ചു. യാത്ര തിരിക്കുകയും ചെയ്തു. വീട്ടിൽ നിന്നും ഞങ്ങൾ സന്ധ്യയ്ക്ക് ശേഷമാണ് പുറപ്പെട്ടത്. അടുത്ത ദിവസം രാവിലെ 7 മണിയോടെ തന്നെ ദുബ്ലാബാദിൽ ഞങ്ങൾ എത്തിച്ചേർന്നു. ഞാൻ അവിടെ എത്തുന്നതിന് മുന്നേ തന്നെ താൽക്കാലിക ഓഫീസിലെ ജീവനക്കാർ എനിക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം അവിടെ ഒരുക്കിയിരുന്നു. ഒരു വലിയ ബോട്ട്, ഉറപ്പുള്ള ഡെക്കി, 3 ബോട്ട്മാൻമാർ, ഒരു പാറാവുകാരൻ, ആവശ്യത്തിന് ഭക്ഷണം. അവർ എനിക്കായി തന്നത് ഒരു ഇരട്ടക്കുഴലിൻ്റെ ബെൽജിയം തോക്കായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങളെ കാത്ത് ഒരു വാർത്ത വരുന്നത്. തലേ ദിവസം മണിക്കാലിയിൽ വെച്ച് ഒരു മത്സ്യത്തൊഴിലാളിയെ കടുവ പിടിച്ചു എന്ന വിവരമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ ദുബ്ലാബാദിൽ അധിക സമയം താമസിക്കുവാൻ ഞങ്ങൾ തയ്യാറായില്ല. മത്സ്യത്തൊഴിലാളിയുടെ ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തുവാൻ വേണ്ടിയും ആ കടുവയെ നേരിടാൻ ഒരു സാധ്യത ഉണ്ടാകുമോ എന്ന പ്രതീക്ഷയിലും ഞങ്ങൾ സംഭവം നടന്ന സ്ഥലത്തേക്ക് പുറപ്പെട്ടു. വൈകുന്നേരം പുറപ്പെട്ട ഞങ്ങൾ രാത്രി 12 മണിയോടെ മണിക്കാലിയിൽ എത്തി. ബാക്കി സമയം ഉറങ്ങിയും ഉണർന്നും ബോട്ടിൽ കഴിച്ചുകൂട്ടി. രാവിലെ 8 മണിയായതോടെ പ്രഭാത ഭക്ഷണം കഴിച്ച് ഞങ്ങൾ ഒരു ഡങ്കി ബോട്ട് എടുത്ത് പുറപ്പെട്ടു. എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നത് 2 തുഴച്ചിൽക്കാരായിരുന്നു. 2 പേരുടെയും നടുവിലായിട്ടാണ് ഞാനിരുന്നത്, ആ റൈഫിലും പിടിച്ചുകൊണ്ട്. അവിടേക്ക് പോകുന്നതിന് മുന്നേ തന്നെ മത്സ്യത്തൊഴിലാളിയുടെ കയ്യിൽ നിന്നും വേണ്ടത്ര വിവരങ്ങൾ അത്രയും ഞങ്ങൾ ശേഖരിച്ചിരുന്നു. നമ്മൾ മുന്നേ പറഞ്ഞിരുന്നില്ലേ ഒരു മത്സ്യത്തൊഴിലാളിയെ കടുവ പിടിച്ചുകൊണ്ടുപോയ കാര്യം. ആദ്യം എവിടെ വെച്ചാണ് ആ മത്സ്യത്തൊഴിലാളിയെ പിടിച്ചുകൊണ്ടുപോയത്, ആ സ്ഥലം എവിടെയാണ്, അതെല്ലാം അവരിൽ നിന്നും ചോദിച്ചു മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. നരഭോജിയായ ആ കടുവയ്ക്ക് ഭയം എന്തെന്നറിയില്ല. ഇരയെ തേടി അതെന്തായാലും തീർച്ചയായും ഇന്നിറങ്ങും. ഞാനത് നിശ്ചയിച്ചു. ആദ്യം ആ കടുവ പിടിച്ചുകൊണ്ടുപോയ, അതായത് ഇരയെ പിടിച്ചുകൊണ്ടുപോയ സ്ഥലത്തേക്ക് പോകണം. അവിടെ അവശിഷ്ടങ്ങൾ ഉണ്ടോ എന്ന് നോക്കണം. അതിൽ മാംസത്തിൻ്റെ ഭാഗങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായും ആ കടുവ അത് ഭക്ഷിക്കുവാൻ വേണ്ടി അവിടേക്ക് വരും. അങ്ങനെയാണെങ്കിൽ അവിടെ എവിടെയെങ്കിലും മറഞ്ഞിരിക്കണം. ഞങ്ങൾ പോയ സ്ഥലം ബോട്ടിൽ നിന്നും 1/2 മൈൽ താഴെ മാത്രമായിരുന്നു. കനാലിൻ്റെ എതിർവശത്തെ കര അല്പം ഉയർന്നതായിരുന്നു. അതുപോലെ തന്നെ നിബിഡ വനം ആരംഭിക്കുന്നതും അവിടെ നിന്നുമാണ്. ബോട്ടിൽ നിന്നും ഏകദേശം 20 മിനിറ്റിനുള്ളിൽ ഞങ്ങൾ ആ സ്ഥലത്ത് എത്തിച്ചേർന്നു. എൻ്റെ കൈവശം വരുന്ന ഇരട്ടൽക്കുഴലിൻ്റെ തോക്കിൻ്റെ 2 ബാരലിലേക്കും ഞാൻ തിര നിറച്ചു. എൻ്റെ തുഴക്കാരുടെ ഡങ്കി കരയിലേക്ക് അടുപ്പിക്കുവാൻ ഞാൻ പറഞ്ഞു. ഡങ്കി ബോട്ട് കരയിലേക്ക് അടുത്ത സമയം തന്നെ ഞാൻ ബോട്ടിൽ നിന്നും കരയിലേക്ക് ചാടി ഇറങ്ങി. കാടിൻ്റെ അരികിൽ ഞാൻ കാല് കുത്തിയ നിമിഷം തന്നെ ആ കടുവ എന്നെ ആക്രമിച്ചു. ഗർജനം കേൾക്കുന്നതിന് മുന്നേ തന്നെ, ഏത് ശക്തി എന്നെനിക്കറിയില്ല, ഞാൻ 2 അടി പിന്നിലേക്ക് മാറി. കടുവയ്ക്ക് ലക്ഷ്യം തെറ്റി. അത് 2 അടി മുന്നിലൂടെ എൻ്റെ മുൻവശത്തു കൂടി മറ്റു ഭാഗത്തേക്ക് ചാടി വീണു. അവിടെ നിന്നും മുരണ്ടു. പിന്നെ 2 കാണിൽ നിവർന്നു നിന്ന് എന്നെ ആക്രമിക്കുവാൻ വേണ്ടി കൂപ്പുകുത്തി. എൻ്റെ കയ്യിലുണ്ടായിരുന്ന തോക്ക് അതിനു നേരെ ചൂണ്ടുകയും കാഞ്ചിയിൽ വിരലമർത്തുകയും ചെയ്തു. എന്നാൽ വെടി പൊട്ടിയില്ല. കടുവ വീണ്ടും വീണ്ടും മുരണ്ടുകൊണ്ട് എൻ്റെ തലയെ ലക്ഷ്യമാക്കി അവൻ വന്നു. ഞാൻ തോക്കിൻ്റെ കുഴൽ അവൻ്റെ വാഭാഗത്തേക്ക് ചൂണ്ടി തുടരെ ട്രിഗർ അമർത്തിക്കൊണ്ടേയിരുന്നു. പക്ഷേ വെടി പൊട്ടിയില്ല. ഞാൻ എൻ്റെ തൊണ്ട പൊട്ടി അലറി. കടുവ മുരണ്ടുകൊണ്ടിരുന്നു. അതിനുശേഷം എന്നെ കടിക്കുവാൻ വേണ്ടി വന്നു. കടുവയുടെ വായിൽ നിന്നും ഉമിനീരും ലായനിയും എൻ്റെ ശരീരത്തിലേക്ക് വീണു. എൻ്റെ മുഖത്തേക്ക് തെറിച്ചു. അവൻ്റെ വലിയ പല്ലുകളും മീശയും എൻ്റെ കയ്യിൽ തട്ടിയതുപോലെ എനിക്ക് തോന്നി. ഞാൻ തോക്കിൻ്റെ കുഴൽ അവൻ്റെ തുറന്ന വായിലേക്ക് നീട്ടിപ്പിടിച്ച് അലറി വിളിച്ചു. ഞാൻ ചാടി പിന്നിലേക്ക് മാറി. എൻ്റെ ശരീരം മുഴുവൻ അവൻ്റെ നുരയും പതയും വീണു. അവൻ്റെ ഒരു കട്ടപ്പത എൻ്റെ മൂക്കിലും നെറ്റിയിലേക്കും തെറിച്ചു വീണു. എനിക്ക് പിന്നീട് പിന്നിലേക്ക് മാറുവാൻ കഴിഞ്ഞില്ല. ആ കടുവ വീണ്ടും മുരണ്ടു. എന്നിട്ട് അവൻ്റെ ആ ഭീമാകാരമായ ശരീരം ഒന്ന് കുടഞ്ഞു. അത് കണ്ടപ്പോൾ ലോകം മുഴുവൻ ഈ ഭൂമി മുഴുവൻ ഒന്ന് വിറയ്ക്കുന്നത് പോലെ എനിക്ക് തോന്നി. എൻ്റെ ശരീരം ഇല്ലാതാകുകയാണെന്നും എൻ്റെ ആത്മാവ് എല്ലിനോട് ഒട്ടിച്ചേർന്നിരിക്കുകയാണെന്ന് പോലും എനിക്ക് തോന്നി. കടുവ വീണ്ടും മുരണ്ടു. എന്ത് ചെയ്യണമെന്ന് എനിക്ക് യാതൊരു പിടുത്തവുമില്ല. അവൻ്റെ ഒരു കട്ടപ്പത കൂടി എൻ്റെ മുഖത്തേക്ക് വന്നു വീണു. അപ്പോൾ ശരിക്കും എനിക്ക് സ്വബോധം വീണ്ടും കിട്ടി. ഞാൻ എൻ്റെ തോക്കിൻ്റെ കുഴൽ അവൻ്റെ വായ്ക്കുള്ളിലേക്ക് ഇടിച്ചു കയറ്റി ഒരു വശത്തേക്ക് നീങ്ങി ആ കനാലിലേക്ക് എടുത്തു ചാടി. വളരെ പ്രയാസപ്പെട്ട് ആ കനാല് നീന്തി മറുകരയിൽ എത്തുകയും അവിടെ നിന്നും ഞാൻ ഓടുകയും ചെയ്തു. അങ്ങനെ കുറച്ചു ദൂരം ഓടി ഒരു മരത്തിൻ്റെ താഴെ ഞാൻ വന്നു നിന്നു. അതിനുശേഷം ഒരു ഭയത്തോടെ തന്നെയാണ് ഞാൻ തിരിഞ്ഞു നോക്കിയത്. ഞാൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെയാണ് നടന്നിരുന്നത്. ഞാൻ കനാലിൻ്റെ മറുകരയിൽ എത്തിയത് കണ്ട കടുവ ഉറപ്പായും ആ കനാലിലേക്ക് എടുത്ത് ചാടിയിരുന്നു.
അതിപ്പോൾ എന്നെ തിരിഞ്ഞുകൊണ്ട് വരികയാണ്. അതിനെ ഗർജിക്കുന്ന ശബ്ദവും അവൻ്റെ മുരളുന്ന ശബ്ദവുമെല്ലാം ഇപ്പോൾ വ്യക്തമായി തന്നെ എനിക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്. അത് കരയിലേക്ക് കയറി ഞാൻ നിൽക്കുന്ന ഭാഗം ലക്ഷ്യമാക്കി നടന്നു വരികയാണ്. എൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ഡബിൾ ബാരൽ ഗണ്ണിലെ ആ പഴയ നനഞ്ഞ തിരകളുണ്ടല്ലോ, അത് ഞാൻ റിമൂവ് ചെയ്തിട്ട് എൻ്റെ പോക്കറ്റിൽ കടന്ന പുതിയ 2 തിരകളിട്ടു. അതിനുശേഷം അത് ലോക്ക് ചെയ്ത് വീണ്ടും ആ കടുവയുടെ നെഞ്ചിലേക്ക് എൻ്റെ റൈഫിൾ ചൂണ്ടി ഞാൻ വീണ്ടും കാഞ്ചി വലിച്ചു. എന്നാൽ പഴയതുപോലെ തന്നെ ഒന്നും സംഭവിച്ചില്ല. വെടി പൊട്ടിയില്ല, കടുവ വീണില്ല, ശബ്ദം ആരും കേട്ടതുമില്ല. അതോടെ എനിക്കൊരു കാര്യം മനസ്സിലായി. അവർ തന്ന ഈ തോക്ക് പ്രവർത്തനരഹിതമാണ്. എന്നാൽ ആ കടുവ എൻ്റെ അരികിലേക്ക് വന്നില്ല. അവൻ അവിടെ തന്നെ നിന്ന് എന്നെ രൂക്ഷമായി നോക്കുകയും അവൻ്റെ പല്ല് കാട്ടി ഇളിക്കുകയും ചെയ്യുകയാണ്. അതിനുശേഷം നീ പോടാ പുല്ലേ എന്ന മട്ടിൽ അവൻ ആ വനത്തിലേക്ക് കയറി മറഞ്ഞു. ഞാനൊരു ഭ്രാന്തനെ പോലെ അവിടെ നിന്നും ആ വനത്തിലൂടെ ഏകനായി ഓടി. എൻ്റെ കണ്ണിൽ നിന്നും വെള്ളം ധാരധാരയായി വരുവാൻ തുടങ്ങി. അങ്ങനെ എങ്ങനെയൊക്കെയോ ഞാൻ എൻ്റെ ബോട്ട് കിടന്ന ആ ഭാഗം കണ്ടെത്തുകയും അവിടേക്ക് പോകുകയും ആ വെള്ളത്തിൽ കൂടെ നീന്തി ബോട്ടിലേക്ക് കയറുകയും ചെയ്തു. ഞാൻ ഇവിടേക്ക് വന്നത് എങ്ങനെയാണെന്ന് നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ? ഒരു ഡെങ്കി ബോട്ടിൻ്റെ സഹായത്തോടെ ആയിരുന്നു. എന്നാൽ കടുവ എന്നെ ആക്രമിക്കുന്നത് കണ്ടതും ആ തുഴച്ചിൽക്കാരുണ്ടല്ലോ, അവർ ഡെങ്കി ബോട്ട് എടുത്തുകൊണ്ട് ആ ബോട്ടിൻ്റെ ഭാഗത്തേക്ക് പോകുകയും അവർ അതിൽ കയറുകയും ചെയ്തു. ഞാൻ അവിടെ ചെല്ലുമ്പോൾ കേൾക്കുന്നത് ഇതാണ്: എന്നെ എങ്ങനെയാണ് കടുവ കൊന്നതെന്ന് അവർ വിവരിച്ചു കൊടുക്കുകയാണ്. ഞാൻ ഡെങ്കി ബോട്ടിൽ നിന്നും കരയിലേക്ക് ചാടുന്നു. കടുവ എന്നെ നേരെ ആക്രമിക്കുന്നു. തലയിലും കഴുത്തിലും പിടിച്ച് ഒടിച്ച് വനത്തിലേക്ക് കൊണ്ടുപോകുന്നത് അവർ കണ്ടു എന്ന നിലയിലാണ് അവർ അവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ തോക്കുമായി എൻ്റെ ബോട്ടിൽ കയറിയപ്പോൾ ബോട്ടൊന്ന് കുലുങ്ങിയിരുന്നു. അകത്തു നിന്നും ഉച്ചത്തിലുള്ള അലർച്ച കേട്ടു, അയ്യോ ഞങ്ങളെ കൊല്ലല്ലേ എന്ന്. കാരണം അവർ കരുതിയത് ആ കടുവ എന്നെ കൊന്ന് ഭക്ഷിച്ച ശേഷം ഇവരെയും കൂടി കഴിക്കുവാൻ വേണ്ടി ബോട്ടിലേക്ക് കയറി വരികയാണെന്നാണ്. എന്താണെന്നറിയുവാൻ വേണ്ടി അവർ പുറത്തു വന്ന് നോക്കിയപ്പോൾ ഞാൻ അവിടെ ഇരിക്കുന്നു. അവർ എൻ്റെ അരികിലേക്ക് ഓടി വരികയും വെള്ളം കൊണ്ടു തരികയും ചെയ്തു. ഏകദേശം 5 ഗ്ലാസോളം വെള്ളം ഞാൻ കുടിച്ചു. എന്നിട്ടും എൻ്റെ ദാഹവും പരവേശവും മാറുന്നുണ്ടായിരുന്നില്ല. എൻ്റെ ശരീരമാകെ വിറയ്ക്കുകയാണ്. ഞാൻ ആ ബോട്ടിൻ്റെ തട്ടിലേക്ക് കിടന്നു. കുറച്ചു നേരം മിണ്ടാതെ കിടന്നു. അന്നു തന്നെ ഞാൻ ദുബ്ലാബാദിലെ താൽക്കാലിക വനം ഓഫീസിലേക്ക് തിരിച്ചു. ഉപയോഗശൂന്യമായ തോക്ക് അവർക്ക് തിരികെ നൽകി. വേട്ടയാടാനുള്ള എൻ്റെ വിസമ്മതം അവരെ അറിയിച്ചു. റേഞ്ചർ കാസിബും സംഘവുമെല്ലാം എൻ്റെ അനുഭവം കേട്ട് ഭയക്കുകയും വിറയ്ക്കുകയും വിസ്മയം പൂണ്ടു നിൽക്കുകയും ചെയ്തു. ഞാൻ ഇവിടെ നിന്ന് പോയാൽ മത്സ്യത്തൊഴിലാളികൾ നരഭോജിയുടെ ഇരയായി തീരുമെന്ന് അവർ പറഞ്ഞു. എന്നാൽ അവരുടെ ഒന്നും മാനസികാവസ്ഥ മനസ്സിലാക്കുവാനുള്ള അവസ്ഥയിലായിരുന്നില്ല ഞാനപ്പോൾ. ഞാൻ അവരോട് പറഞ്ഞത് ഇതാണ്: ഞാൻ വീട്ടിലേക്ക് പോകുകയാണ്. ഞാൻ എൻ്റെ ആളുകളെയും കൊണ്ട് ഇവിടേക്ക് തിരികെ എത്താം, ആ കടുവയെ പിടിക്കുവാൻ വേണ്ടി. അന്ന് രാത്രി തന്നെ ദുബ്ല ദ്വീപിൽ നിന്നും ഒരു മീൻപിടുത്ത വഞ്ചിയിൽ ഞാൻ കുൽനയിലേക്ക് പോയി. അവിടെ നിന്ന് അടുത്ത ദിവസമാണ് ഒരു ലോഞ്ചിൽ ഞാൻ എൻ്റെ വീടായ സോരാഗ്രാമിലേക്ക് എത്തിയത്. അടുത്ത 12 ദിവസം ഞാൻ വീട്ടിൽ അമ്മയോടും ഭാര്യയോടും ബന്ധുക്കളോടും കുട്ടികളോടൊപ്പം സന്തോഷം ചിലവിട്ട് നിന്നു. ഇത്ര ആയപ്പോഴേക്കും എൻ്റെ ഭയം എൻ്റെ മനസ്സിൽ നിന്നും എന്നെ വിട്ടു പോയി കഴിഞ്ഞിരുന്നു. ദുബ്ലാബേദിൽ ഇപ്പോൾ താമസിക്കുന്ന ആയിരക്കണക്കിന് നിസ്സഹായരായ ആളുകളുടെ ഓർമ്മകൾ എന്നെ വല്ലാതെ അലട്ടി, എന്നെ വല്ലാതെ അസ്വസ്ഥതപ്പെടുത്തി. അവരുടെ വിളികളും കരച്ചിലുകളുമെല്ലാം എൻ്റെ ചെവികളിൽ അലയടിച്ചു. ഞാൻ വേട്ടക്കാരൻ്റെ കുടുംബത്തിൽപ്പെട്ടവനാണ്. ഞാൻ ഇങ്ങനെ പിന്മാറാൻ പാടില്ല. എത്ര ക്രുദ്ധനായ കടുവയായാലും അവനെ നേരിടണം. എൻ്റെ മുത്തച്ഛൻ്റെ സഹോദരൻ ഇസ്മയിൽ ഗാസി ഒരു കടുവയുടെ വായിൽപ്പെട്ടാണ് മരിച്ചത്. എൻ്റെ അച്ഛൻ മോഹൻ ഗാസി 50-ലധികം കടുവകളെ കൊന്നിട്ടുണ്ട്. എന്നിട്ടും ഒരു കടുവയുടെ കടിയേറ്റാണ് മരിച്ചത്. എൻ്റെ അമ്മാവൻ നിസാമുദ്ദീൻ ഗാസി, അദ്ദേഹത്തിന് പറ്റിയത് എന്താണെന്നറിയാമോ? ഒരു കടുവ അദ്ദേഹത്തിൻ്റെ കൈ കടിച്ചെടുത്തുകൊണ്ട് പോയി. സുന്ദർബാനിൽ എവിടെയാണോ നരഭോജി കടുവകൾ ഇറങ്ങുന്നത് അവിടെയാണ് ഞങ്ങൾ താവളമാക്കേണ്ടത്. ഇക്കാര്യങ്ങളെല്ലാം ഒരു ഓർമ്മപ്പെടുത്തൽ പോലെ എൻ്റെ മനസ്സിലേക്ക് കയറി വന്നുകൊണ്ടിരുന്നു. ഞാൻ വീണ്ടും അവിടേക്ക് പുറപ്പെടുവാൻ തീരുമാനിച്ചു. ഇത്തവണ അമ്മയും ഭാര്യയും ഒന്നും എതിർപ്പ് പറഞ്ഞില്ല. ഇത്തവണ ഞാൻ എൻ്റെ ഇളയ സഹോദരനായ ഹാഷിം അലിയെയും അളിയനെയും കൂട്ടി ഞങ്ങളുടെ സ്വന്തം ബോട്ടിലാണ് അവിടേക്ക് പുറപ്പെട്ടത്. അങ്ങനെ ദുബ്ലയിലെ താൽക്കാലിക വനംവകുപ്പ് ഓഫീസിൽ ഞങ്ങൾ എത്തിച്ചേർന്നു. ഞങ്ങൾ അവിടെ എത്തുമ്പോൾ കാസിം കരീം സാഹിബും മറ്റുള്ളവരും അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ വരവിൽ അവർ വല്ലാതെ സന്തോഷിച്ചു. ആ നരഭോജിയെ കൊല്ലുന്നത് ഞാൻ തന്നെ ആയിരിക്കുമെന്ന് അവർക്കറിയാമെന്ന് അവർ പറഞ്ഞു. അതിനുശേഷം തോക്കുകൾ വെച്ചിരിക്കുന്ന ആ റൂമിലേക്ക് എന്നെ കൊണ്ടുപോയി. എനിക്കിഷ്ടമുള്ള തോക്ക് അവിടെ നിന്നും എടുത്തുകൊള്ളുവാൻ അവർ പറഞ്ഞു. ഞാൻ ഇത്തവണയും അവിടെ നിന്നും തിരഞ്ഞെടുത്തത് ഇരട്ടക്കുഴലുള്ള ബെൽജിയം തോക്ക് തന്നെയായിരുന്നു. ഇത്തവണ ഒരു പിശക് ഞാൻ കാണിച്ചില്ല. അവിടെ നിന്ന് തന്നെ 2 തിരകൾ ആ ബാരലിലേക്ക് നിറച്ചതിന് ശേഷം
ബോട്ടിൻ്റെ പുറത്തു നിന്നും ശൂന്യാകാശത്തേക്ക് ആ തിരകൾ വെടിവെച്ചു നോക്കി. അതായത് തോക്കിൻ്റെ പ്രവർത്തനക്ഷമത ഞാൻ പരിശോധിച്ചു. നല്ല വൃത്തിക്ക് പ്രവർത്തിക്കുന്ന ഒരു തോക്കാണതെന്ന് എനിക്ക് മനസ്സിലായി. ഇതിനെ ഒപ്പം കൂട്ടാമെന്ന് ഞാൻ അവരോട് പറഞ്ഞു. ഞാൻ പോയ ഈ 12 ദിവസത്തിന് ഇടയിൽ ആ കടുവ കൊന്നത് 2 പേരെയായിരുന്നു. പിന്നീടുള്ള 3 ദിവസങ്ങളിൽ ഞാനും ഹാഷിം അലിയും എൻ്റെ അളിയനും ചേർന്ന് ഒരു ഡെങ്കി ബോട്ടിൽ കായൽ തീരത്തുകൂടിയും കനാലിലൂടെയെല്ലാം ആ കടുവയെ അന്വേഷിച്ച് നടന്നു. കണ്ടൽക്കാടിൻ്റെ ഉള്ളിലുമെല്ലാം പ്രവേശിച്ചു. ആ കടുവയെ അന്വേഷിച്ച് അലഞ്ഞു നടന്നു. എന്നിട്ടൊന്നും ഞങ്ങൾക്ക് ആ കടുവയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നീട് 3 ദിവസം ഞങ്ങൾ വനംവകുപ്പ് ഓഫീസിൻ്റെ ബോട്ടിലാണ് കഴിച്ചു കൂട്ടിയത്. രാത്രി മുഴുവൻ എൻ്റെ അനിയനും അളിയനും ചേർന്ന് ആ ബോട്ടിൻ്റെ മുകൾ ഭാഗത്ത് നിന്നും 12 മണി വരെ അവർ ഉറങ്ങാതെ ആ കടുവയെ നിരീക്ഷിക്കുവാൻ വേണ്ടി അവിടെ അങ്ങനെ നിൽക്കും. 12 മണി കഴിഞ്ഞ് ഞാൻ അവിടേക്ക് എത്തുകയും അവർ താഴേക്ക് പോയി ഉറങ്ങുകയും ചെയ്യും. പൗർണമിക്കിനിയും 3 ദിവസം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല നിലാവുള്ള രാത്രിയാണ്. പിറ്റേന്ന് നേരം പുലർന്ന് ഏകദേശം 8 മണിയായി കാണും. ഞങ്ങളെല്ലാം പ്രാതൽ കഴിച്ച് പുറത്തേക്ക് ഇറങ്ങാനിരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് നേരെ ഒരു ഡെങ്കി ബോട്ട് അതിവേഗം വരുന്നത് ഞങ്ങൾ കണ്ടു. ഞങ്ങൾ ആരാണെന്ന് സൂക്ഷിച്ചു നോക്കിയപ്പോൾ അതിൽ 3 മത്സ്യത്തൊഴിലാളികൾ ഉണ്ടായിരുന്നു. അതിലൊരാൾ ഉറക്കെ വിളിച്ചലറി കരഞ്ഞുകൊണ്ടാണ് വരുന്നത്. ദൂരെ നിന്ന് കേട്ടപ്പോൾ ഞങ്ങൾക്കൊന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. പതിയെ പതിയെ അയാളുടെ അലർച്ചയും അടുത്തേക്ക് വരുന്നുണ്ടായിരുന്നു. എൻ്റെ സഹോദരൻ, എൻ്റെ സഹോദരൻ, എൻ്റെ സഹോദരൻ എന്നായിരുന്നു അയാൾ വിളിച്ചുകൊണ്ടിരുന്നത്. കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതാണെന്ന് ഞങ്ങൾ ഉറപ്പിച്ചു. അയാൾ ഞങ്ങളുടെ അരികിലെത്തി അവരുടെ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി. അപ്പോഴാണ് അവർ പറയുന്നത് അയാളുടെ സഹോദരനെ ആ കടുവ പിടിച്ചുകൊണ്ടുപോയി എന്ന്. 1 മണിക്കൂറിൽ താഴെ ആയിട്ടുള്ളൂ ഈ സംഭവം നടന്നിട്ട്. എന്താണ് നടന്നതെന്ന് അവരോട് ചോദിച്ചു. കാര്യം എന്താണ് നടന്നതെന്ന് അവർ പറഞ്ഞു. ഇവർ 4 പേര് ചേർന്ന് കണ്ടൽക്കാടിൻ്റെ ഉള്ളിലേക്ക് പോയി ഒരു കണ്ടൽക്കാടിൻ്റെ മരം വെട്ടുന്ന ധൃതിയിലായിരുന്നു. വനത്തിൻ്റെ ഉള്ളിൽ നിന്നും ആ കടുവ ഇവരിൽ ഒരാളുടെ നേരെ ചാടി വീഴുകയും കടിച്ചെടുത്തുകൊണ്ട് വനത്തിനുള്ളിലേക്ക് തന്നെ മടങ്ങുകയും ചെയ്തു. ഇത് കേട്ട ഉടനെ തന്നെ ഞാൻ അവർക്കൊപ്പം വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 2 ഡെങ്കി ബോട്ടുകളിലായി സംഭവം നടന്ന സ്ഥലത്തേക്ക് പോയി. അങ്ങനെ സംഭവം നടന്ന സ്ഥലത്ത് എത്തിച്ചേർന്നു. അവർ പറഞ്ഞതുപോലെ തന്നെയായിരുന്നു കാര്യം. കടുവ അയാളെ വലിച്ചിഴച്ചു കൊണ്ടുപോയ പാട് കൃത്യമായി തന്നെ കാണാൻ കഴിഞ്ഞു. എന്നാൽ ഒരു സ്ഥലത്ത് വന്നപ്പോഴേക്കും ആ പാടിൽ കുറച്ച് വ്യത്യാസമുണ്ടായിരുന്നു. കാരണം തുടക്കം മുതൽ 10 മീറ്റർ വരെ ഇരയുടെ കൈയും കാലുകളുമെല്ലാം അനങ്ങുന്നതിൻ്റെയും ചലിക്കുന്നതിൻ്റെയും അടയാളങ്ങൾ അവിടെ വീണ് കിടക്കുന്നുണ്ടായിരുന്നു. എന്നാൽ 10 മീറ്ററിനപ്പുറം ആ അടയാളങ്ങളെല്ലാം അവസാനിച്ചു. അവിടെ വീണ്ടും രക്തം തളം കെട്ടി കിടക്കുന്നത് കാണാൻ കഴിഞ്ഞു. അതിനർത്ഥം കൈയും കാലുമെല്ലാം അനങ്ങുന്നത് കടുവയുടെ ശ്രദ്ധയിൽപ്പെട്ടതും അത് വീണ്ടും ആ ശരീരം അവിടെ ഇട്ട് കടിച്ചു കൊന്ന് മരണം ഉറപ്പിച്ച ശേഷമാണ് വനത്തിലേക്ക് കൊണ്ടുപോയത് എന്നാണ്. അവിടെ നിന്നും ഞങ്ങൾ 6 പേരും കടുവയുടെ കാൽപ്പാടും രക്തത്തിൻ്റെ അടയാളങ്ങളും പിന്തുടർന്നുകൊണ്ട് മുന്നിലേക്ക് പോയി. അങ്ങനെ അവിടെ നിന്നും കൃത്യമായി പറഞ്ഞാൽ ഏകദേശം 50 അടി കൂടി നടന്നപ്പോൾ മത്സ്യത്തൊഴിലാളി ധരിച്ചിരുന്ന വസ്ത്രത്തിൻ്റെ കീറിയ തുണ്ടുകൾ അവിടെ നിന്നും കണ്ടെടുത്തു. വീണ്ടും അവിടെ നിന്ന് ഒരു 100 മീറ്റർ കൂടി പോയപ്പോൾ മത്സ്യത്തൊഴിലാളിയുടെ അവശിഷ്ടം കാണുവാനിടയായി. അത് കടന്നിരുന്നത് കണ്ടൽക്കാടിൻ്റെ ഉള്ളിലായിരുന്നു, ഒരു തുറന്ന സ്ഥലത്ത്. കടുവ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്നും ഒരു തുണ്ട് മാംസം പോലും ഭക്ഷിച്ചിരുന്നില്ല. കഴിഞ്ഞ 3 ദിവസമായി ആരെയും ആ കടുവ കൊന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ കടുവയ്ക്ക് നല്ല വിശപ്പിലായിരിക്കുമെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങൾക്കൊപ്പം വന്ന ഈ സഹോദരൻ്റെ ഉച്ചത്തിലുള്ള നിലവിളി കേട്ടുകൊണ്ട് ഇരയെ ഉപേക്ഷിച്ച് ആ വനത്തിൽ എവിടെയെങ്കിലും മറഞ്ഞിരിക്കുകയായിരിക്കുമെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ആ മൃതദേഹത്തിൻ്റെ സഹോദരനോട് ഞാനൊരു കാര്യം ആവശ്യപ്പെട്ടു. കുറച്ച് മണിക്കൂറുകൾക്ക് വേണ്ടി മാത്രം ഈ ശരീരം ഇവിടെ വെക്കാൻ, ഇതുപോലെ തന്നെ വെക്കാൻ കഴിയുമോ എന്ന്. ഉറപ്പായും ആ വിശന്നിരിക്കുന്ന കടുവ ഇവിടേക്ക് വരുമെന്നും ഈ മാംസം ആയിരിക്കുമെന്നും ഞങ്ങൾക്കറിയാമായിരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവനെ കൊല്ലുവാൻ വേണ്ടിയായിരുന്നു അത്. മൃതദേഹം കടന്ന സ്ഥലത്ത് നിന്നും ഏകദേശം 20 അടി മാറി, അതായത് 20 അടി പടിഞ്ഞാറേക്ക് മാറി ഒരു വലിയ ബായൽ മരത്തിൻ്റെ 8 or 9 അടി ഉയരത്തിലുള്ള ഒരു കൊമ്പിൽ ഞാൻ കയറിയിരുന്നു. എൻ്റെ അളിയൻ്റെ കൈവശം തോക്കില്ലാത്തതുകൊണ്ട് അദ്ദേഹം എൻ്റെ മുകളത്തെ കൊമ്പിലേക്ക് കയറി. ഹാഷിം അലിയും 3 മത്സ്യത്തൊഴിലാളികളും ഉച്ചത്തിൽ സംസാരിച്ചുകൊണ്ട് വഞ്ചി കിടക്കുന്ന ഭാഗം ലക്ഷ്യമാക്കി അവർ നടന്നു. ഞാൻ കയ്യിൽ കരുതിയിരുന്ന ആ റൈഫിലുണ്ടല്ലോ, ആ ഡബിൾ ബാരലിൻ്റെ റൈഫിൽ, അത് പുറത്തേക്ക് എടുക്കുകയും ആ ബാരലിലേക്ക് തിരകൾ ലോഡ് ചെയ്യുകയും ചെയ്തു. ഞങ്ങൾ ആ മരത്തിൻ്റെ കൊമ്പിൽ കയറിയിരുന്ന സമയം ഏകദേശം 11:30 ആയി കാണണം. അതിനുശേഷം ഏകദേശം 1 മണിക്കൂറോളം വനത്തിൽ തികഞ്ഞ നിശബ്ദതയായിരുന്നു തളം കെട്ടി നിന്നിരുന്നത്. ഞാൻ എല്ലാം വളരെ ശ്രദ്ധാപൂർവം വീക്ഷിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഏറെ സമയത്തിന് ശേഷം ആ നിശബ്ദതയെല്ലാം ഭംഗിച്ചുകൊണ്ട് ഇലകൾ ഞെരിഞ്ഞ വരുന്ന ശബ്ദം അങ്ങ് ഏകദേശം 100 വാര അകലെ നിന്നും
അതായത് തെക്ക് കിഴക്ക് ദിശയിൽ നിന്നും എൻ്റെ കാതുകളിലേക്ക് വന്നെടുത്തു. ഞാൻ എൻ്റെ കാത് അവിടേക്ക് വട്ടം വെച്ചു. ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദം യഥാർത്ഥത്തിലുള്ള ശബ്ദമാണോ എന്ന് തിരിച്ചറിയുവാൻ, അതോ എൻ്റെ മനസ്സിൻ്റെ തോന്നൽ മാത്രമാണോ എന്നറിയുവാൻ. അടുത്ത 5 മിനിറ്റ് ഞാൻ ആ കടുവയ്ക്ക് വേണ്ടി കാത്തിരുന്നു. തികഞ്ഞ ആവേശത്തിലായിരുന്നു ഞാൻ. മൃതദേഹം കടന്നിരുന്ന ഭാഗത്തു നിന്നും ഏകദേശം കൃത്യമായി പറഞ്ഞാൽ 30 അടി അകലെ ഒരു കുറ്റിക്കാടുണ്ടായിരുന്നു. ആ കുറ്റിക്കാടിൻ്റെ ഉള്ളിൽ നിന്നും ആ കടുവ പുറത്തേക്ക് ചാടി വന്നു. ആ കാഴ്ച കണ്ടതും എൻ്റെ ധൈര്യം എങ്ങോട്ടെന്നില്ലാതെ ചോർന്നു പോയി. സാധാരണ നരഭോജി കടുവകളെ പോലെ ചുറ്റും നിരീക്ഷിക്കുക പോലും ചെയ്യാതെയാണ് അത് ഇരയുടെ അരികിലേക്ക് നടന്നു വന്നുകൊണ്ടിരുന്നത്. അധികാരത്തോടെ മൃതദേഹത്തിൻ്റെ അടുത്തേക്ക് വന്നു. മത്സ്യത്തൊഴിലാളിയുടെ കഴുത്ത് കടിച്ചു പിടിച്ചുകൊണ്ട് വലിച്ചിഴച്ച് വനത്തിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകാനായിരുന്നു അവൻ്റെ പദ്ധതി. അതിന് പ്രകാരം ഇരയുടെ തല കടിക്കുവാൻ വേണ്ടി അവൻ വാ തുറന്നു. ആ നിമിഷം തന്നെ ഞാൻ മുതലാക്കി. എൻ്റെ ബെൽജിയം ഗണ്ണെടുത്ത് അവൻ്റെ വായിലേക്ക് ലക്ഷ്യം വെച്ചാണ് ഞാൻ കാഞ്ചി വലിക്കുവാൻ പോകുന്നത്. പിന്നെ ഒട്ടും വൈകിയില്ല, കാഞ്ചി വലിച്ചു. അവൻ അപ്പോഴേക്കും ആ ശരീരം കടിച്ചെടുത്തിരുന്നു. വെടിയുണ്ട വന്ന് തറച്ചു കയറിയതും അവൻ്റെ വായിൽ നിന്നും ഇര താഴേക്ക് വീണു. അതിൻ്റെ കൂടെ കടുവ ചരിഞ്ഞ് ഒരു കുറ്റിക്കാട്ടിലേക്കും. അപ്പോൾ തന്നെ അവൻ്റെ വയറ് ലക്ഷ്യമാക്കി ഞാൻ രണ്ടാമത്തെ തിരയും പായിച്ചു. ഞരക്കവും ചാലനവും നിശ്ചലമായി. ആ വലിയ കടുവ കുറ്റിക്കാടിൻ്റെ ഉള്ളിലേക്ക് ജീവനറ്റ് വീണു. ആ കാഴ്ച കണ്ടതും ബാക്കിയുള്ള മത്സ്യത്തൊഴിലാളികൾക്കെല്ലാം സന്തോഷമായി. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് ആ കടുവയുടെ ശരീരം എടുത്ത് ഒരു വള്ളത്തിൽ കടത്തി ദുബ്ലയിലേക്ക് കൊണ്ടുപോയി. ഞങ്ങളവിടെ കൊണ്ടുചെല്ലുമ്പോൾ ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികൾ അതിനു ചുറ്റും കൂടി ശപിക്കുകയും അതിനെ കുത്തുകയും എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം ഞാൻ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ അതിൻ്റെ മാംസത്തിൽ നിന്നും അതിൻ്റെ തൊലി ഇളക്കിയെടുത്തു. ആ കടുവയ്ക്ക് ഏകദേശം 10 അടിയിൽ കൂടുതൽ നീളമുണ്ടായിരുന്നു. നമ്മുടെ ഇന്നത്തെ കഥ ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ്. ഞാൻ ഇന്ന് പറഞ്ഞ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അതുപോലെ നിങ്ങളുടെ ഇഷ്ടം കമൻറ്റിലൂടെയും ലൈക്കിലൂടെയും അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ.